ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. വസ്വാസിനെയാണ് ഖുർആൻ അവസാനവും എതിർത്തിട്ടുള്ളത്. ഒന്നാമതായി ഉണ്ടായതും വസ്വാസ. ഫവസ്വസ ഇലൈഹി ശൈത്വാനു ഖാല യാ ആദമു ഹൽ അദുല്ലുകും അലാ ഷജറത്തിൽ ഖുൽദ്. ഒന്നാമതുണ്ടായതും വസ്വാസാണ്. അവസാനം ഭയപ്പെടേണ്ടതും വസ്വാസനെയാണ്. വസ്വസ ഇലൈഹി ശൈത്വാൻ. ആദ്യമായി ഉണ്ടായ പ്രശ്നത്തിൻ്റെ കാരണം എന്താണ്? പിശാച് ഉണ്ടാക്കിയ വസ്വാസാണ്. പിശാചിൻ്റെ ആടുകൾ ഇവിടെ എന്നും ജീവിക്കുന്നുണ്ട്. അപ്പോൾ അവസാന സെക്കൻഡിലും അവരെന്തുണ്ടാക്കും? വസ്വണ്ടാക്കും. നിങ്ങൾ വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇന്നൽ ഖുലൂബ ബിയദിർ റഹ്മാൻ യുഖല്ലിബുഹ കൈഫ യശാ. ഹൃദയങ്ങളെല്ലാം അള്ളാഹിൻ്റെ കയ്യിലാണ്. എങ്ങനെ മാറ്റാനും എങ്ങനെ തിരിക്കാനും ആർക്ക് കഴിയും? അള്ളാഹ്ക്ക് കഴിയും. വളരെ ചിന്തിക്കണം, നല്ലപോലെ ചിന്തിക്കണം, ചിന്തിച്ച് മനസ്സിലാക്കണം. വെറുതെ ഇരുന്നിട്ട് തലയാട്ടി പോകരുത്. ഞാൻ ഈ പ്രവണതകളിൽ ഉള്ള ആളുകളുടെ അമിതമായ ആവേശത്തെയും പ്രതീക്ഷയെയും പോലെ സത്യത്തിൽ ഞാൻ ഭയപ്പെടുകയാണ്. അതിൽ നിന്ന് നിരീശ്വരവാദവും നിർമ്മതവും മുളക്കുമോ എന്നാണ് ഇപ്പോൾ എൻ്റെ പേടി. എൻ്റെ പേടി പൗരത്വ ബില്ലിനേക്കാൾ എൻ്റെ പേടി സമുദായത്തിൽ പുതിയ നിരീശ്വരവാദവും നിർമ്മതവും മുളപൊട്ടുമോ എന്നാണ് എൻ്റെ പേടി. അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അതിൻ്റെ അടിസ്ഥാനം വസ്വാസായിരിക്കുകയും ചെയ്യും. ഈ വസ്വാസ് എന്ന സംഗതി ഏത് കാലഘട്ടത്തിലുണ്ടാവും. അത് അവസാനത്തെ സെക്കൻഡിൽ പോലും ഉണ്ടാവും. ഒരു വ്യക്തിയിലുണ്ടാവും, ഒരു സൊസൈറ്റിയിലുണ്ടാവും. ഇപ്പം വ്യക്തിയിൽ അവസാനമായി ഇബ്ലീസ് എന്താ ചെയ്യുക? ഇബ്ലീസ് ചെയ്യുക എന്താണ്? ഹബീബായ റസൂലുള്ളാഹി ബികൂസിൻ മിൻ മാഇൻ മിൻ സുലാലത്തിൽ മാഇ. ശുദ്ധമായ വെള്ളം കൊണ്ടുവന്നിട്ട് ഒരു കൂജയും കൊണ്ടുവന്ന് മനുഷ്യൻ്റെ അടുക്കൽ ആര് വരും? ഇബ്ലീസ് വരും. തുഅ്മിൻ ബി വതക്ഫുർ ബില്ലാഹ് ഹത്താ അസുബ്ബ അലൈക്കൽ മാഅ. ജിന്നെ കൊണ്ട് വിശ്വസിച്ച് അള്ളാഹിനെ കൊണ്ട് കാഫിറായാൽ ഞാൻ ഈ വെള്ളം ഒഴിച്ചു തരാം എന്ന് ആര് പറയും? ബഹർ മുഴുവൻ കുടിക്കാൻ നേരം ആവശ്യമുള്ള നേരമാണ് ഏത് മരണനേരം. ആ സമയത്ത് തുഅ്മിൻ ബി വതക്ഫുർ ബില്ലാഹ്, ജിന്നെ വിശ്വസിച്ചിട്ട് അള്ളാഹിനെ കൊണ്ട് കാഫിറായാൽ അസുബ്ബ അലൈക്കൽ മാഅ, ഞാൻ നിനക്ക് വെള്ളം ചൊരിച്ചു തരാം എന്ന് ആര് പറയും? ഇബ്ലീസ് പറയും. ശ്രദ്ധിക്കണേ. അവിടെ അതുകൊണ്ടാണ് മരണസന്ദർഭത്തിൽ മരിക്കുന്ന ആൾക്ക് വെള്ളം തൊട്ട് കൊടുക്കുക എന്നുള്ളത് സുന്നത്താണ്. എന്തുകൊണ്ട്? ഇബ്ലീസ് ഒരു ചതിക്കരുത്. കൻസൂറായ ആളുകളൊക്കെ ചിലപ്പോൾ ഇബ്ലീസ് ചതിച്ചേക്കാം. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. അത് ഇബ്ലീസിന്റെ ഒരു കാണിക്കലാണ്. മിൻ സുലാലത്തിൽ മാഇ, ശുദ്ധമായ വെള്ളത്തിന്റെ കൂജയും കൊണ്ട് ഇബ്ലീസ് വരുമെന്ന് മുഹമ്മദ് മുസ്തഫ. അതെന്താണ്? അത് വസ്വാസാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവസാനം ഉണ്ടാകാൻ പോണത് എന്താണ്? വസ്വാസാണ്. അവിടെ ഈമാൻ അത്രത്തോളം യഖീനായ ആളുകൾക്ക് പിടിച്ചിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ആയുസ് മുഴുവൻ നമ്മൾ ആക്കപ്പത്ത് നന്നാവണേ പഠിച്ചോനെ എനിക്ക് അവസാനം മൗത്തത് കൂട്ടിയിടും പറഞ്ഞല്ലോ. ഇബ്ലീസ് കൂസിനെ കാട്ടിയിടും നേരം ലഅനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണറബ്ബന എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സമുദായത്തിൽ ഏറ്റവും ഭയപ്പെടേണ്ടത് വസ്വാസിനെയാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അല്ല, പൗരത്വ ബില്ലൊന്നുമല്ല, വലിയ പ്രശ്നം വസ്വാസാണ്. വസ്വാസ് നമ്മുടെ ഈമാൻ നശിപ്പിച്ചു കളയും. മറ്റുള്ളത് എന്തേ ഉള്ളൂ എന്നറിയോ? ഈമാൻ ഒന്നും നശിപ്പിക്കൂല, നമ്മെ ഇല്ലാതാക്കുള്ളൂ. നമ്മളില്ലാതാക്കൽ നമ്മളെ അജലിൽ നടക്കും. അതിൽ നിങ്ങളിതിന് വയ്യാറാവേണ്ട ആവശ്യം. ഈ അമിതമായ ബേജാറുകളെ ഒഴിവാക്കണം എന്ന് വളരെ താഴ്മയായി ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. അമിതമായ ബേജാറുകളെ ഒഴിവാക്കണം എന്ന് വളരെ താഴ്മയായി ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. അമിതമായ ബേജാറുകൾ വേണ്ട. അതിൻ്റെ ആവശ്യം ഒരു മുഅ്മിനായ അബ്ദിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അമിതമായ ബേജാറുകൾ വസ്വാസുകളെ ഉണ്ടാക്കും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അത് ശ്രദ്ധിക്കണം. വസ്വാസ് വ്യക്തിക്ക് വരും, സൊസൈറ്റിക്ക് വരും. ഇപ്പം അവസാന കാലഘട്ടത്തിൽ അതൊരു അവസാനമാണല്ലോ. അവസാന കാലഘട്ടത്തിൽ സൊസൈറ്റിയെ മൊത്തം എന്ത് ചെയ്യും? അദാബ് നിഖ്മത്തുകൾ ബാധിക്കുന്ന സാഹചര്യത്തിൽ അതനുസരിച്ച് മുതലെടുക്കും. ആര്? ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി, മൽഊനായ ഇബ്ലീസ്. അല്ല, ഇബ്ലീസിന് നമ്മളിൽ എന്തേ ചെയ്യാൻ കഴിയൂ? എന്താണ് ഉറങ്ങിയിരിക്കുന്നത്? എന്താണോ ഇബ്ലീസിന് ചെയ്യാൻ കഴിയുക? എന്താണ് കുട്ടി ഇബ്ലീസിന് ചെയ്യാൻ കഴിയുക? ഇബ്ലീസിന് ആകെ ചെയ്യാൻ കഴിയുക എന്താണ്? വസ്വാസ്. അപ്പൊ ഇതൊരു പ്രത്യേക ഘട്ടമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കണം. എല്ലാ പള്ളികളിലും പ്രാർത്ഥനകൾ നടക്കുകയാണ്. വളരെ നല്ലത്. എല്ലാ മഖാമുകളിലും പള്ളികളിലും കൂട്ടുന്നിടത്തും വീടുകളിലും ഒക്കെ ദുആ നടത്തുകയാണ്. നിങ്ങളൊക്കെ വീടുകളിലുണ്ട്, എൻ്റെ വീട്ടിലുണ്ടായിട്ടുണ്ട്.
പള്ളികളിലുണ്ട്, നമ്മൾ ഓടുന്നിടത്ത് എല്ലായിടത്തും ഉണ്ട്. വളരെ നല്ല കാര്യം. പക്ഷെ അതേ സമയത്ത് നമ്മൾ വിശ്വസിക്കേണ്ടത് ഇത് നമ്മുടെ ബാധ്യതയാണ് എന്നാണ്. കാര്യങ്ങൾ ആരുടെ കയ്യിലാണ്? അള്ളാഹുവിന്റെ കയ്യിലാണ്. മനസ്സിലാവേണ്ട പറഞ്ഞത്. അവൻ നമുക്ക് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ഞാനിങ്ങനെ ആലോചിച്ചു പോയി. എൻ്റെ പടച്ചതം പുരാനെ എൻ്റെ തല പൊളിച്ചുപോയി ആ ഹദീസ്. ഇദാ നസല ബിക്കുമുൽ ബലാ, നിങ്ങളിൽ ബലാ ഇറങ്ങിക്കഴിഞ്ഞാൽ ഫാക്കിദിറു, നിങ്ങൾ പെരുപ്പിക്കുക. എന്ത്? റദീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയൻ വബിൽ ഖുർആനി ഹകമൻ വ ഇമാമാ എന്ന വാക്ക് നിങ്ങൾ പെരുപ്പിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. ഒന്നും കൂടെ, ഇദാ നസല ബിക്കുമുൽ ബലാഉ, നിങ്ങളിൽ ബലാ ഇറങ്ങിക്കഴിഞ്ഞാൽ ഫാക്കിദിറു, അവിടെ നിങ്ങൾ പെരുപ്പിക്കണം. എന്ത്? റദീനാ ബില്ലാഹി, തല പൊളിഞ്ഞ് നടക്കരുത്, നല്ല തല ഉഷാറിൽ ഇരുന്നിട്ട് ചാരി ഇരുന്നിട്ട് സൗകര്യത്തിന് ഉറങ്ങരുത്. ഇദാ നസല ബിക്കുമുൽ ബലാഉ. നോക്കണേ, ഈ ഇമാം തുബ്രാനി തങ്ങളെ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേറെ ഒരു സ്ഥലത്ത് ഹദീസുണ്ട്. ഇദാ നസല ബിക്കുമുൽ ബലാഉ, നിങ്ങളിൽ ബലാ ഇറങ്ങിക്കഴിഞ്ഞാൽ ഫാക്കിദിറു, നിങ്ങൾ പെരുപ്പിക്കണം. എന്ത്? റദീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയൻ വബിൽ ഖുർആനി ഹകമൻ വ ഇമാമാ. ഇതിൽ നമ്മൾ ഒന്നാമത്തെ വാക്കെടുത്തൊന്ന് പരിശോധിച്ച് നോക്കുക. റദീനാ ബില്ലാഹി റബ്ബൻ, റദീനാ ബില്ലാഹി റബ്ബൻ, റദീനാ ബില്ലാഹി റബ്ബൻ. അല്ലാഹുവിനെ റബ്ബായിട്ട് ഞാനിതാ പൊരുത്തപ്പെട്ടിരിക്കുന്നു എന്നാണ് നമ്മൾ ഒന്നാമതായി പറയേണ്ടത്. ഇതിൽ കിടക്കണ ഒരു ഈമാനുണ്ട്, അത് ഭയങ്കര. റബ്ബ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? അതിന്റെ സ്വാഭാവിക അർത്ഥം എന്താ? റബ്ബ് എന്ന വാക്കിന്റെ സ്വാഭാവിക അർത്ഥം എന്താ? വലിയ വർത്താനൊന്നുമല്ല, നാടൻ മലയാളം പറയും. രക്ഷിതാവ് അല്ലേ പറയും മനുഷ്യന്മാരെ. റബ്ബ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? രക്ഷിതാവ്. ഓ, രക്ഷിതാവിനെ ശിക്ഷിക്കാനും അധികാരമുണ്ട്. രക്ഷിക്കാൻ അധികാരമുണ്ട് എന്ന് പറയുന്നത്, രക്ഷിക്കാൻ അധികാരമുണ്ട് എന്ന് പറയുന്നത്, രക്ഷിക്കാൻ അധികാരമുണ്ട് എന്ന് പറയുന്നത്. കുടിവെള്ളം എന്തിനാണ് എന്ന് ചോദിച്ചാൽ, കുടിവെള്ളത്തിന് കുടിഞ്ഞാൽ മൂത്രം പാത്താൻ മണ്ണിരിക്കാൻ എടുത്തുകൂടെ എന്ന് ചോദിക്കേണ്ട മതി. കുടിവെള്ളം കുടിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. എടാ കുട്ടി, കുടിവെള്ളം കുടിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ലടാ. കുടിവെള്ളത്തിന് കുടുങ്ങിയാൽ മൂത്രിക്കാൻ ലേശം മണ്ണിരിക്കാൻ എടുത്തുകൂടെ എന്ന് ചോദിക്കാം. കുടിവെള്ളം കുടിവെള്ളം എന്നാണ് അതിന്റെ പേര് എന്നിരിക്കുമ്പോൾ അതിന്റെ ബാധ്യത തന്നെയാണ് എന്ത്? കുടിക്കാൻ നിന്ന് തരിക. മനസ്സിലായോ പറഞ്ഞത്? രക്ഷിതാവിന് രക്ഷിക്കാൻ അധികാരമുണ്ട് എന്നല്ല പറയേണ്ടത്. രക്ഷിതാവ് ചെയ്യേണ്ടത് എന്തെന്നെയാണ്? രക്ഷിക്കാൻ തന്നെയാണ്. അതേസമയത്ത് രക്ഷിതാവിന് ശിക്ഷിക്കാൻ അധികാരമുണ്ട്. എന്തുകൊണ്ട്? ആ ശിക്ഷിക്കൽ രക്ഷിക്കലായിരിക്കും. 984 ഒരു ദിവസം രാവിലെ, ഒരു ശനിയാഴ്ച, ഇന്നയും കൊണ്ട് എൻ്റെ ബാപ്പ കൊണ്ടോട്ടി കോടങ്ങാടി പള്ളി ദർസിൽ വന്നു. 984. അപ്പോൾ അന്ന് മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ മുദരിസ്മാരി കൂട്ടത്തിൽ ഒരു പ്രഗത്ഭനാണ് ബഹുമാനപ്പെട്ട കാപ്പിൽ മുർമുസ്ലിയാർ. വളരെ സ്വാലിയ മനുഷ്യനാണ്, നല്ല മനുഷ്യനാണ്, വളരെ മുത്തക്കയ മനുഷ്യനാണ്. മരിച്ചു, അള്ളാഹുവിലേക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. പിൽക്കാലത്ത് ബഹുമാനപ്പെട്ട സമസ്ത ജമിയത്തുലമയുടെ കേന്ദ്ര മുഷാവറായിരുന്നു. ഒരു മുസല്ലമായ ആളായിരുന്നു. വലിയ ഫത്വക്കൊക്കെ അധികാരമുള്ള വലിയൊരു മഹാനായിരുന്നു. എല്ലാവരും അംഗീകരിക്കുന്ന വലിയ ഒരു ആളായിരുന്നു ബഹുമാനപ്പെട്ടവർ. അങ്ങനെ വഫാത്തായി കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് നമുക്കൊക്കെ അറിയാം. 984 അവരുടെ അടുത്തേക്ക് എന്നെ കൊണ്ടുവന്നിട്ട്, ബാപ്പ വലിയ രോഗ്യത്തിന് പണ്ടേ ഉസ്താദും തമ്മിൽ അങ്ങനെ വന്ന് ഒരു മറ്റോ ആയിരിക്കും എത്തിയത്. ഇങ്ങനെ നമസ്കാരം കഴിഞ്ഞ് ഉസ്താദ് ചെരുവിലേക്ക് ഇങ്ങനെ ഇറങ്ങിയപ്പം എൻ്റെ റൂമിൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയി. എന്നിട്ട് ബാപ്പ പറഞ്ഞ്, ഇതിൻ്റെ മകനാണ്, ഞങ്ങളെ ഏൽപ്പിക്കാൻ വന്നതാണ്. അങ്ങനെ പറഞ്ഞ് സംസാരിച്ചൊക്കെ കഴിഞ്ഞ് പിന്നെ ബാപ്പ ലാസ്റ്റ് പറഞ്ഞേ, പിന്നെ മുറുലിനെ, ഇവനെ നിങ്ങൾ തച്ചു കൊല്ലുകയാണെങ്കിൽ നിങ്ങൾ എന്തേ കൊന്നു എന്ന് ഞാൻ ചോദിക്കൂല. മയ്യത്ത് നിസ്കരിക്കുന്ന മുമ്പ് ഒരാളെൻ്റെ അടുത്ത് കൊണ്ട് പറഞ്ഞേക്കണം, മയ്യത്ത് നിസ്കാരത്തിൽ എനിക്കും കൂടണം, അത്രയേ ഉള്ളൂ. ഇവൻ നന്നായിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് നന്നായില്ല എന്ന് ഞങ്ങളോട് ചോദിക്കും എന്ന്. ഇതാണ് ബാപ്പ ഉമർ മുസ്ലിയാരെ അടുത്ത് എന്നെ ഏൽപ്പിക്കുമ്പോൾ പറയുന്ന ഏകദേശം അവസാനത്തെ വാക്ക്. മനസ്സിലായില്ല? ഇവനെ നിങ്ങൾ തച്ചു കൊന്നാൽ എന്തിനെ കൊന്നു എന്ന് ഞാൻ ചോദിക്കും. ഉസ്താദിനെ ഏൽപ്പിക്കുക. അപ്പോൾ പറയാ, നിങ്ങൾ എന്നെ തച്ചൊന്നാൽ എന്തിനെ കൊന്നു എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കൂല. അപ്പം നന്നായിട്ടില്ലെങ്കിൽ ഞാൻ സിറാത്ത് പാലത്തിൻ്റെ അവിടെ നിന്ന് ചോദിക്കും, അല്ല മുറുലിലെ നിങ്ങളടുത്ത് എൻ്റെ കുട്ടീനെ ഏൽപ്പിച്ചത് ഓന്ത് നന്നാവാഞ്ഞു എന്ന് ഞാൻ ചോദിക്കും. അപ്പോൾ ബാപ്പാൻ്റെ തല്ലിൻ്റെ പുറമെ ബാപ്പന്നെ ഭയങ്കര ചൂടനാണ് എൻ്റെ ബാപ്പ. മനസ്സിലായി? ബാപ്പ തന്നെ വലിയ ചൂടനാണ്. അതിൻ്റെ പുറമെ ബാപ്പ എന്ത് ചെയ്യാണ്? ബാപ്പാൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടുന്നതോടുകൂടെ നമ്മൾ വിചാരിക്കുന്നത് അൽഹംദുലില്ലാ തല്ലൊഴിവായല്ലോ എന്നാണ്. എന്നിട്ട് ബാപ്പ എന്താ ചെയ്യണമെന്ന് വെച്ചെങ്കിൽ തല്ലാൻ പറയും, ആളെ ഏൽപ്പിക്കുക. ഈ ബാപ്പാൻ്റെ പേരെന്താ? രക്ഷിതാവോ ശിക്ഷിതാവോ?
റദീന ബില്ലാഹി. ഇതാ നസല ബി. എന്തപ്പോ നമുക്ക് പറ്റിയത്? എന്തപ്പോ നമുക്ക് പറ്റിയത്? ഇതാ നസല ബിക്കുമുൽ ബലാ. നിങ്ങളിൽ ബലാ ഇറങ്ങിക്കഴിഞ്ഞാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബലാ ഉയർത്തലും ഉയർത്താതിരിക്കലും അള്ളാന്റെ ഇഷ്ടം. നിങ്ങളിൽ ഇപ്പോൾ നടക്കുന്നതും അള്ളാന്റെ എന്തെന്നെയാണ്? തിർബിയത്ത. നിങ്ങൾ എന്റെ കൂടെ ഇല്ലല്ലേ പഠിച്ചവനെ? ഒന്ന് പറ കുട്ടി. നിങ്ങളിൽ ബലാ ഇറങ്ങുന്നതിന് മുമ്പ് എന്നല്ല, നിങ്ങളിൽ ബലാ ഇറങ്ങിക്കഴിഞ്ഞാലും ഫാക്കിദു, നിങ്ങൾ പെരുപ്പിച്ച് പറയണം റദീന ബില്ലാഹി റബ്ബാ, ഞങ്ങളെ റബ്ബ് ഞങ്ങൾക്ക് രക്ഷയെ തരുള്ളൂ. അപ്പോൾ ഇതെന്താണ്? രക്ഷയുടെ ഭാഗമാണ്. നല്ല തടി നിപുണനായ മാന്യതയുള്ള കരുണയുള്ള മാന്യതയുള്ള ഡോക്ടർ കേൾപ്പിച്ചു കൊടുത്ത്, അപ്പോൾ ഡോക്ടർ എന്ത് ചെയ്ത്? കയ്യും കാലും കൂട്ടിക്കെട്ടി ആളെ കൊണ്ട് പിടിപ്പിച്ച്, തല പിടിക്കാൻ ഒരാള്, കൈ പിടിക്കാൻ ഒരാള്, കാല് പിടിക്കാൻ രണ്ടാള്. എന്നിട്ട് എന്ത് ചെയ്ത്? ഡോക്ടർ എന്ത് ചെയ്ത്? കത്തിയും മുള്ളും എടുത്ത് എന്നിട്ട് നമ്മളെ ഓപ്പറേഷൻ ചെയ്ത്, എന്നിട്ട് നമ്മളെ ഉള്ളിലുള്ള കേടും അൾസറും നീക്കിക്കളഞ്ഞ് തുന്നി വെച്ച് കെട്ടി തുന്നി എല്ലാം കഴിഞ്ഞ് പ്രത്യക്ഷത്തിൽ എന്താ ഡോക്ടർ ചെയ്തത്? നല്ല നിലക്ക് നടന്നു പോയ ഒരു മനുഷ്യനെ കിടത്തി. അങ്ങനെ തന്നെയല്ലേ? ഒരു മുറിയും പൊളിയില്ലാത്ത മനുഷ്യനെ പറയും മനുഷ്യന്മാര് വെച്ച് കെട്ടി. ഇക്കാലം വരെ പുക്കൾ കൊടി കൊയിഞ്ഞാടിന് ശേഷം കത്തി കൊണ്ട് കൊണ്ടേറ്റില്ല. ആ കത്തി കൊണ്ടുള്ള പണി മുഴുവൻ എടുത്ത്. ഇത് രക്ഷയോ ശിക്ഷയോ? ഇത് രക്ഷയോ ശിക്ഷയോ? പറയും. നമ്മൾ ആ കിടന്ന കിടപ്പിൽ ആലോചിച്ചു, പടച്ചോനെ ഈ ഹമുക്കിൻ്റെ അടുത്താണല്ലോ ഞാൻ എത്തിപ്പെട്ടത്. ഇതൊക്കെ നമ്മൾ ആലോചിക്കും. ഇങ്ങനെ 2, 3, 4 ആഴ്ച നമ്മളെ ബെഡിലിട്ട് ഒക്കെ കഴിഞ്ഞ് റാഹത്തായി തിന്നാനുള്ളതൊക്കെ തിന്നാം, കുടിക്കാനുള്ളതൊക്കെ കുടിക്കാം, ഓട ചാട അക്കോലത്തിലൊക്കെ ആക്കിയിട്ട് ഡോക്ടർ തിരിച്ചു പറഞ്ഞേക്കുള്ളൂ. പണ്ട് അങ്ങനെയല്ല. പണ്ട് തൊള്ളേക്കൾ പറഞ്ഞാൽ ഇരട്ടി തിരിച്ചിട്ട് വരും. എരിവ് കൂട്ടാൻ പാടില്ല, പുളി കൂട്ടാൻ പാടില്ല, നടക്കാൻ പാടില്ല, ഓടാൻ തീരെ പാടില്ല. മനസ്സിലായോ പറഞ്ഞത്? അക്കോലത്തിലാണ് ഡോക്ടർ എടുത്തിയത്. ഇപ്പോൾ ഓടാം, ചാടാം, പുളി കൂട്ടാം, എരിവ് കൂട്ടാം, മധുരം കൂട്ടാം, നടക്കാം, ഓടാം, കയറാം, ഇറങ്ങാം. ഡിസ്ചാർജ് ആയിട്ടും പിന്നെ ഡോക്ടർ 4 ദിവസം കഴിഞ്ഞ് പോയാൽ മതി. ഈ ആ മേലെ കൂടെ കയറി പോവാ. 4ാം നിലന്റെ മേലേക്ക് കയറ്റി ഇറക്കി നമുക്ക് എന്നെ തോന്നിയിട്ട് ഞാൻ തന്നെയാണോ? മനസ്സിലായോ പറഞ്ഞത്? ഇപ്പൊ മനസ്സിലായി ഡോക്ടർ ചെയ്തത്. പറ രക്ഷയാണ്. കർമ്മത്തിൽ അത് രക്ഷയായിക്കൊള്ളണം എന്നില്ല. കർമ്മത്തിൽ ശിക്ഷയായ കാര്യവും ഫലത്തിൽ നമ്മളിപ്പോൾ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യാൻ ഒരുങ്ങുന്ന നേരത്ത് നമ്മൾ പടച്ചോനെ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യാതിരിക്കട്ടെ എന്ന് പറയും പോലെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നന്നാക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് നമ്മളെതിരായി മനസ്സിലാക്കൽ. നമ്മൾക്ക് നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ ആവോ? നിങ്ങളെൻ്റെ കൂടെ ഉണ്ടാ? നിങ്ങളെല്ലാവരും കൂടി ഇപ്പം ആണ് ദ്വാരനാട് നാളെ മറ്റന്നാൾ നരേന്ദ്രമോദി എന്ന് പറയാം, ഇങ്ങനതൊക്കെ സംഭവിച്ചു പോയതാണ് കേട്ടാ, ഒന്നും പറ്റില്ല കേട്ടോ, നിങ്ങൾ ബേജാറാകരുത്, ഞാൻ അത്രത്തോളം ഒന്നും കരുതിയിട്ടുണ്ടാവും നിങ്ങൾ പറയുന്നു വിചാരിക്കേണ്ട. നമ്മളെ നന്നാക്കാൻ അല്ലാഹു തആല അവരിലാണ് ഉദ്ദേശിച്ചതെങ്കിൽ അത് നടന്നോട്ടെ. അതേ സമയത്ത് നമ്മൾ മസ്ലഹത്തിന് റബ്ബിനോട് ദ്വാരക്കണം. എന്തുകൊണ്ട്? ദുആ എന്നത് നമ്മുടെ ഉത്തരവാദിത്വം, നമ്മളെ നന്നാക്കൽ അല്ലാഹുവിന്റെ ഉത്തരവാദിത്വം. ഇതെന്തിനാ ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിൽ, ബുധനാഴ്ച വരെ ദ്വാരന്ന്, ബുധനാഴ്ച രാവിലെ ദ്വാരക്കാനും നേതാക്കന്മാരെ കൽപ്പനുണ്ട്. ബുധനാഴ്ച ഉച്ച കഴിയുമ്പോഴത്തേനും മെസ്സേജ് ഇറങ്ങും. അതോടുകൂടെ ആലിമീങ്ങളെ കളിയാക്കും, സയ്യിദന്മാരെ കളിയാക്കും, ദീനിനെ കളിയാക്കും. ലാ യസാലൂന സുഫഹാ, ജനം എന്ന് പൊട്ടിയിരിക്കും. അത് ലോകത്തിൻ്റെ പൊതു സ്വഭാവ. ലൗലൽ ഹംഖാഉ ലഖരിബത്തി ദുനിയ. ഹംക്കളില്ലെങ്കിൽ ദുന്യവനെ ഖറാബാവും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നിങ്ങൾ ചിന്തിക്കേണ്ടതെന്നറിയോ? ഇത് നേരങ്ങൾ ദീനിനെതിരെ അട്ടിമറിക്കരുത്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചിന്തിക്കുക. എന്നാൽ ചെയ്യുന്ന തെറ്റാണ്, തെറ്റൊന്നുമല്ല. പക്ഷെ അതുകൊണ്ടൊന്നും പ്രശ്നം പരിഹരിക്കുന്നു വിചാരിക്കണ്ട. പ്രശ്നം പരിഹരിക്കേണ്ടവൻ ആരാണ്? അല്ലാഹുവാണ്. റദീന ബില്ലാഹി റബ്ബൻ. എന്ത് ചെയ്താലും നമുക്കത് രക്ഷയായിട്ടേ ഭവിക്കുള്ളൂ. അങ്ങനെ തന്നെയല്ലേ? അത് ഉറപ്പിക്കുക. അവൻ എന്ത് ചെയ്താലും അത് രക്ഷയായേ ഭവിക്കൂ. അങ്ങനെയല്ലേ? കാരണം നമ്മൾ അവൻ്റെ അടിമകൾ. അവൻ അർഹമുർ റഹീമീനായ റബ്ബുമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. വഅലാ റബ്ബിഹിം
പറയും വഅലാ റബ്ബിഹിം യതവക്കലും. അള്ളാഹു തൗഫീഖ് തരട്ടെ. നമുക്ക് ചെയ്യേണ്ട പണി, നമ്മൾ ചെയ്യേണ്ട പണി എന്താ? അള്ളാഹു നമ്മളെ മസ്ലഹത്ത് ചെയ്യും. അള്ളാഹു നമ്മളെ മസ്ലഹത്ത് ചെയ്യുന്നു. മോഡൽ പരീക്ഷ കഴിഞ്ഞപ്പോഴേ തന്നെ കുട്ടി എത്തു. അതുകൊണ്ട് യൂണിവേഴ്സിറ്റി എക്സാം ഇല്ലാതിരിക്കുമോ? സ്കൂൾ ബോർഡ്, കോളേജ് ബോർഡ് നടത്തുന്നൊരു എക്സാം ഉണ്ട്. എന്ത്? മോഡൽ എക്സാം. മോഡൽ എക്സാം കഴിഞ്ഞപ്പോഴേ തന്നെ കുട്ടി തളർന്നു പോയി. അതിൻ്റെ അർത്ഥം ഇനി യൂണിവേഴ്സിറ്റി എക്സാം ഉണ്ടാവില്ല എന്നാണോ? മനസ്സിലായില്ല. മോഡൽ എക്സാം യൂണിവേഴ്സിറ്റി എക്സാം തയ്യാറെടുക്കാനുള്ള ഒരു വഴി മാത്രമാണ്. യൂണിവേഴ്സിറ്റി എക്സാം എന്തായാലും ഉണ്ടാവും. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല, മനസ്സിലായോ? മോഡൽ എക്സാം കഴിഞ്ഞപ്പോഴത്തിന് ഇനി യൂണിവേഴ്സിറ്റി എക്സാം വേണ്ട, അൽഫാത്തിഹ പറഞ്ഞിട്ട് കാര്യമില്ല. യൂണിവേഴ്സിറ്റി എക്സാം വരാനുള്ളത് കൊണ്ടാണ് മോഡൽ എക്സാം ഉണ്ടാക്കിയത്. മോഡൽ എക്സാം ഉറപ്പാണ്. മോഡൽ എക്സാം ഉണ്ടായാലേ ഡോക്ടറേറ്റും വാങ്ങി കൂമ്പനൊരു തൊപ്പിയും വെച്ച് പ്രസിഡന്റിനെ പോയി ഇന്ന് കപ്പ് വാങ്ങാൻ പറ്റുള്ളൂ. കപ്പ് നിർബന്ധമായും മത്സരം നടക്കുകയും കഷ്ടപ്പെടുകയും ചെയ്ത് കിട്ടുന്ന കപ്പിനാണ് സത്യത്തിൽ സ്വർണ്ണ കപ്പ് എന്ന് പറയാം. അല്ലാതെ കപ്പിൽ സ്വർണ്ണമല്ല, ത്യാഗത്തിലാണ് സ്വർണ്ണം ഉള്ളത്. ഇക്കാലം വരെ അള്ളാഹു സൗഫിയക്കോടുകൂടെ ഒരു കപ്പിനും സ്വർണ്ണം ഉണ്ടായിട്ടില്ല, ഇങ്ങോട്ട് ഉണ്ടാവില്ല. അത് 15 ഉറുപ്പ്യക്ക് ഇവിടെ അങ്ങാടി കിട്ടും. പക്ഷേ ത്യാഗത്തിന് ശേഷം വാങ്ങുമ്പോൾ അതിൻ്റെ പേരാണ് സ്വർണ്ണക്കപ്പ്. നിങ്ങളിൻ്റെ കൂടെ അല്ല. സ്വർണ്ണക്കപ്പ് വാങ്ങി എൻ്റെ പെരയിൽ ഇക്കാലം വരെ കള്ളം കയറിയിട്ടുണ്ടോ? കള്ളന് ബുദ്ധിണ്ട്, നമ്മക്ക് ബുദ്ധിയില്ലുള്ളൂ. മനസ്സിലായില്ല? എന്താണോ ഇറങ്ങണത്? ജനമധ്യത്തിൽ സ്വർണ്ണക്കപ്പ് വാങ്ങിപ്പോയാൽ പിന്നാലെ പോയ പോലെ. എന്താണ് മനുഷ്യന്മാരെ, സ്വർണത്തിന്റെ നാട്ടുകാരായ കൊടുവള്ളിക്കാർക്ക് എന്താ ഈ അന്തം വിടലെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ചങ്ങാതി, സ്വർണ്ണക്കപ്പും വാങ്ങിപ്പോയവന്റെ പരിയിൽ ഇക്കാര്യം വരെ കള്ളം കയറിയിട്ടുണ്ടോ? എന്തുകൊണ്ട്? 25 ഉറുപ്പ്യുള്ളടോ അതിന് ഇവിടെ അങ്ങാടിയിൽ താമ്പാളം. അപ്പൊ സ്വർണം എവിടെയാ? സ്വർണം ത്യാഗത്തിലാണ്. അതിനു വേണ്ടി സമർപ്പിച്ച ഓരോ തുള്ളി വിയർപ്പിന്റെ കണവും ഉണ്ടല്ലോ, അതിനെല്ലാം മുത്തിന്റെ വിലയുണ്ട്, രത്നത്തിന്റെ വിലയുണ്ട്, മാണിക്യത്തിന്റെ വിലയുണ്ട്. അല്ലാതെ കപ്പ് താമ്പാളാണ്. എങ്ങായി ത്യാഗത്തിന് ശേഷം വാങ്ങുന്ന വിജയത്തിനാണ് സ്വർണ്ണക്കപ്പ് എന്ന് പറയല്ല. അല്ലാതെ ഇപ്പൊ എന്തില്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഉറക്കപ്പറ, അള്ളാഹു തൗഫീഖ് തരട്ടെ. അവറ്റ് ബേജാറും വേണ്ട. നമ്മൾ റബ്ബിന്റെ അടിമകളാണ്. അങ്ങനെ തന്നെയല്ലേ? അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേൽ ഓളബിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കി തരട്ടെ. അല്ലാഹു ബലാഇനെ നീക്കി തരട്ടെ. അല്ലാഹു നമ്മളെ നീക്കി തരട്ടെ. നമ്മളെ പ്രയാസങ്ങളെ അല്ലാഹു നീക്കി തരട്ടെ. ഉമ്മ പുറം ഒരച്ച് കുളിപ്പിക്കും. ഉമ്മ കുട്ടികളെ 2 ആഴ്ചയായിട്ട് അവനെ ഉരക്കാനേ കിട്ടിയിട്ടില്ല. അപ്പോൾ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നേരെ കുളിമുറിക്ക് വലിച്ചിട്ടിട്ട് എന്ത് ചെയ്യും? സോപ്പ് വെച്ചിട്ട് വലിയ പോത്തിന്റെ ചണ്ടിയിട്ട് ഉരക്കും. ആഴ്ചകളോളം ഉരക്കാത്ത പുറമായതുകൊണ്ട് എന്തുണ്ടാവും ചെയ്യും? പറയും, വേദന ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായി ഓരോ ഉരക്കിനനുസരിച്ച് ഉമ്മ കുട്ടി പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്ത്? മതി ഉമ്മ എന്ന് പറയൽ കുട്ടിയുടെ ഉത്തരവാദിത്വം, ഉരക്കൽ ഉമ്മാന്റെ ഉത്തരവാദിത്വം. മതി ഉമ്മ എന്ന് പറയുമ്പോഴത്തേന് ഉമ്മാനെ വിട്ടാൽ അത് മോശം ഉമ്മയായിരിക്കും. കുട്ടി ചണ്ടി എടുത്തിട്ട് പുറത്ത് തൊടുമ്പോഴത്തിന് പറയും എന്ത്? മതി ഉമ്മ എന്ന് പറയും. പക്ഷെ അപ്പൊ മതി ഉമ്മ എന്ന് വിചാരിച്ചത് വിട്ടാൽ അത് മോശം ഉമ്മേനെങ്ങായി. ഉമ്മ ഒരക്കൽ തുടർന്നുകൊണ്ടേയിരിക്കണം. പിന്നെ ഒരു 10 മിനിറ്റ് നേരം കഴുത്തിലും കാതിലും കാതിൻ്റെ ഇടുക്കിലും എവിടെയും ഉമ്മ അങ്ങോട്ട് വരണം. പക്ഷെ ഉമ്മാന്റെ ആ നല്ല കൈ, ഉള്ളി മുറിക്കണ ആ നല്ല പതുപതുത്ത കൈ, കൂട്ടാൻ മുറിക്കുന്ന ഉമ്മാന്റെ കൈ, ആ ചൂടുള്ള പാത്രം വാങ്ങി വെച്ചിട്ട് തഴമ്പിച്ചു പോയ ഉമ്മാന്റെ കൈയും ആ ഒരപ്പയും കൂടിയാണ് ചേർന്നത് എന്ന് ചെവിയുടെ ഇടുക്കും അവിടെയും കഴുത്തിന്റെ ഇടുക്കും പുറം മുഴുവൻ അങ്ങോട്ട് ഒരച്ച് കഴിയുമ്പോഴത്തിന് 10 മിനിറ്റ് അങ്ങോട്ട് വരച്ചാൽ എന്താവെന്നറിയോ? അങ്ങോട്ട് ചോര പുറത്തേക്ക് വരുന്ന കൊലത്തിലാണ് ചുമന്നു. എന്നിട്ട് വിടും. എന്നിട്ട് ആ വിട്ട് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് നേരെ ചുവപ്പുണ്ടാവുള്ളൂ. പിന്നെ നല്ല ബോഡിയായി മാറും. പക്ഷെ അതിന് മുമ്പ് എന്തേ ഈ അതിലും പുറത്ത് ഒരപ്പ വെച്ചപ്പോഴത്തിന് തന്നെ കുട്ടി എന്ത് തുടങ്ങിയിട്ടുണ്ട്? മതിയമ്മ, നിർത്തിയമ്മ. നിർത്താൻ പാടില്ല. ഉമ്മാന്റെ പണി തുറന്നുകൊണ്ടേയിരിക്കണം. എന്തുകൊണ്ട്? ശുദ്ധീകരണമാണ് ഉമ്മാന്റെ ദൗത്യം. കരയാന്നുള്ളതാണ് കുട്ടീന്റെ ദൗത്യം. ഒരക്കാന്നുള്ളത് ഉമ്മാന്റെ ദൗത്യം. കരയാന്നുള്ളത് അപ്പൊ ഇതിനൊന്നും ബേജാറാവണ്ട. അപ്പൊ നമ്മളിപ്പോ ചെയ്യുന്ന എന്താണ്? നമ്മുടെ ബാധ്യത. നമ്മുടെ മസ്ലഹത്ത് പോലെ ആര് ചെയ്യും? ആര് ചെയ്യും? അള്ളാഹു ചെയ്യും. മനസ്സ് പാകപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. എന്താണെങ്കിലും അവസാനം എന്തേ വരൂ?
ഖൈറേ വരൂ. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഉറക്കപ്പറ അല്ലാഹു തൗഫീഖ് തരട്ടെ. മനസ്സ് തുറക്ക്, മനസ്സ് തുറക്ക്, മനസ്സ് തുറക്ക്, മനസ്സ് തുറക്ക്, മനസ്സ് തുറക്ക്. നീ നേരാക്കന്മാരെ കളിയാക്കുക, ആലിമീങ്ങളെ കളിയാക്കുക, ഇതൊന്നും മെനക്കെടരുത്. എന്തുകൊണ്ട്? അവർക്കും ചെയ്യാവുന്നതിന്റെ പരിധി അത്രയേ ഉള്ളൂ. ഇദാ നസല ബികുമുൽ ബലാ ഫാഖിദിറു റളീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ നബിയ്യൻ വബിൽ ഖുർആനി ഹകമൻ വഇമാമാ. നിങ്ങൾ ബലാ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾ ഈ വാക്ക് പറയണം. എന്തുകൊണ്ട്? ഇതിനെതിരായ പണി നടന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ പെരുപ്പിക്കണം. അതായത് അള്ളാഹു നിങ്ങളെ റബ്ബാണെങ്കിൽ എന്തുകൊണ്ട് ഈ ബലാ ഉണ്ടായി എന്ന് നിങ്ങളോട് ചോദിക്കാൻ ആളുണ്ടാവും. മുഹമ്മദ് നബിയുടെ പിന്നാലെ കൂടിയതാണ് നിങ്ങൾക്ക് ഈ ആപത്ത് വരാനുള്ള കാരണം എന്ന് പറയാനും ആളുണ്ടാവും. ഇസ്ലാം മതമായതുകൊണ്ടാണ് ഈ പരാജയത്തിലെത്തിയത് എന്ന് പറയാനും ആളുണ്ടാവും. ഖുർആനെ വലിച്ചെറിഞ്ഞാൽ ഞങ്ങൾ നന്നാവും എന്ന് പറയാനും ആളുണ്ടാവും. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? അതാണ് നഷ്ടം. ഇതൊന്നും നട്ടല്ല. ബഹുമാനപ്പെട്ട ഖബ്ബാബ് ബിൻ അറത്ത്, ഉറക്കപ്പറ, മഹാനായ ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹുവിനെ തീയിലിട്ടിട്ട് ചുട്ട് ബോധം കെട്ട് അവസാനം അവർ ഉപേക്ഷിച്ചു. പിന്നെ ബഹുമാനപ്പെട്ട ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു ബോധം തിരിച്ചു കിട്ടിയപ്പോൾ മെല്ലെ 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 എഴഞ്ഞ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്തേക്ക് പോയപ്പോൾ ഫകാന നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റആഹു തവസ്സല ഫി ദില്ലിൽ കഅബ ബിബർദതിഹി. ഹബീബായ റസൂലുള്ളാഹിയുടെ ആ ഒരു പുതപ്പുകൊണ്ട് മുത്ത് മുഹമ്മദ് മുസ്തഫ തലേണയും വെച്ച് ബഹുമാനപ്പെട്ട കഅബാലയത്തിന്റെ ചെരുവിൽ ഇങ്ങനെ ഹബീബായ നബി കിടക്കുന്നതാണ് ഒരു ഉച്ച നേരത്തെ കാണുന്നത്. ബഹുമാനപ്പെട്ട മഹാനായ ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു തദഉ ലനാ യാ റസൂലല്ലാഹ് അലാ തദഉ ലനാ യാ റസൂലല്ലാഹ് ദുആർന്നുടെ നബിയെ കുഴങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഉണ്ടായത്, അപ്പോൾ ഖബ്ബാബ് പുറം കാട്ടി കൊടുത്തു. റസൂലുള്ളാഹി കരഞ്ഞുപോയി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഹബീബായ നബി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളെ മുൻഗാമികളായ ആളുകളുടെ കൂട്ടത്തിൽ എല്ലും ഇറച്ചിയും അവരുടെ രക്തധമനികളും വേറിട്ട് വരുന്ന രൂപത്തിൽ ചില ഉപകരണങ്ങൾ, ആലാത്തുകൾ, ആയുധങ്ങൾ കൊണ്ടുവന്ന് അവരെ മാന്തിപ്പറിച്ച് രക്തവും തൊലിയും ലഹമും വേറെയാക്കുന്ന പ്രവർത്തനങ്ങൾ അവരെ നടന്നിട്ടും അവരവസാനം അവരെന്ത് പറഞ്ഞു? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു സെക്കൻഡ് പോലും അവരെ ഹക്കിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. വലാകിന്നകും തസ്തഅജിലൂന. ഒരു പ്രയാസം വരുമ്പോഴത്തേനും നിങ്ങൾ ധൃതി പിടിക്കുന്നത് എന്തിനാണ്? മുത്ത് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ഇറങ്ങിയ ആയത്താണ് അം ഹസിബതും തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന മിൻ ഖബലികും മസ്സതുഹുൽ ബഗ്സാ വല്ലറാ വസുൽസിലു ഹത്താ യഖൂലർ റസൂലു വല്ലദീന ആമനൂ മതാ നസ്റുല്ലാഹ് അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്. ഈ ആയത്ത് ആ സന്ദർഭത്തിൽ ഇറങ്ങിയതാണ്. മുൻഗാമികൾക്കുണ്ടായ പ്രയാസം ഉണ്ടാകാതെ നിങ്ങളെ അല്ലാഹു സ്വർഗത്തിലേക്ക് സ്വീകരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഉറക്കപ്പറ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ ഞങ്ങൾ ചിന്തിക്കേണ്ടതെന്ന് മുഅ്മിനീങ്ങളെ, അല്ലാഹു തന്റെ പ്രയാസങ്ങളൊക്കെ നീക്കി തരട്ടെ. പ്രയാസം നീങ്ങലാണ് ഖൈറെങ്കിൽ ആ ഘട്ടമായിട്ടുണ്ടെങ്കിൽ മസ്ലഹത്ത് പോലെ വരേണ്ടത് നമുക്ക് മസ്ലഹത്ത് ഉണ്ടാവണം. നമ്മൾ സ്വർഗീയ ലോകത്ത് ആസ്വദിക്കാനുള്ളതാ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അങ്ങനത്തെ ഒരു മുതൽ നമ്മളെ കയ്യിലുണ്ട്. ആ മുതലാണ് ലാ ഇലാഹ. ഭയങ്കര മുതലാണ്. ഇതൊന്നും പ്രയാസമല്ല. അല്ലാഹു സുബ്ഹാനഹു തആല പ്രയാസങ്ങളെ നീക്കി തരട്ടെ. ഉറക്കം പറ, അല്ലാഹു തആല പ്രയാസങ്ങളെ നീക്കി തരട്ടെ. അല്ലാഹു പ്രയാസങ്ങളെ നീക്കി തരട്ടെ. ഒരു കഷ്ണം ഭക്ഷണം, ഒരു റൊട്ടി കഷ്ണം പോലും റസൂലുള്ളാഹിന്റെ വീട്ടിലില്ല. വീട് മുഴുവൻ പരതി ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ്. പിന്നെ ഒരു കിതാത്തും മിനൽ ഖുബ്സിൽ യാബിസി, ഒരു യാബിസായ ഖുബ്സിന്റെ കിതാത്ത് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബിന് തങ്ങൾക്ക് കിട്ടി. കിതാത്തുൻ യാബിസ, ഒരു ഉണങ്ങിയ കഷ്ണം, ഒരു ഉണങ്ങിയ ഖുബ്സിന്റെ കഷ്ണം, ചെറിയൊരു കഷ്ണം. അതുകൊണ്ട് ആ കിസ്റത്തായ ആ ഒരു കഷ്ണം കൊണ്ട് ഇറങ്ങി വന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ ബിൻ ഖത്താബ് ഹബീബായ റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്ന് ഇങ്ങനെ കണ്ടപ്പോഴത്തേക്ക് കരിഞ്ഞുപോയി. പിന്നെ റസൂലുള്ളാഹി തങ്ങൾ അടുത്തേക്ക് വന്നു. എന്തിനാ കരഞ്ഞത്? അപ്പോൾ പറഞ്ഞു, ഞാൻ കിസ്റയുടെ കൊട്ടാരത്തിൽ പോയിട്ടുണ്ട് നബിയെ. ഞാൻ ഇറാഖിലെ കിസ്റയുടെ കൊട്ടാരത്തിൽ പോയിട്ടുണ്ട്. അവിടെ താമസിച്ചിട്ടുണ്ട്, അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അവരുപയോഗിച്ച് അവര് കഴിച്ചതിന്റെ ബാക്കി ഭക്ഷണം ഒഴിവാക്കുന്നത് കണ്ടിട്ടുണ്ട്. സ്വാദിഷ്ടമായ ഭക്ഷണം അവർ കഴിച്ചതിന്റെ ബാക്കി വലിച്ചെറിയുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതാ അങ്ങയുടെ മുന്നിൽ ഈ വീട്ടിൽ ദിവസങ്ങളായി ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല.
തബീതു ജായിഅൻ വതുസ്ബിഹു ജായിഅ. അങ്ങ് രാത്രിയും പട്ടിണിയിലാണ്, പകലും പട്ടിണിയിലാണ്. ഫഖാല റസൂലുള്ളാഹി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ പുറത്തേക്ക് ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് ചുമലിലൂടെ കൈയിട്ട് ഹബീബ് പറഞ്ഞു, അമാതല്ലാഹ് ബിഅന്ന ലഹുമുദ് ദുനിയാ വലനൽ ആഖിറ. അമാതല്ലാഹ്, നിനക്ക് തൃപ്തിയല്ലേ? ബിഅന്ന ലഹുമുദ് ദുനിയാ, നീ ആ പറഞ്ഞ കിസ്റയുടെ ആളുകൾക്കെല്ലാം ദുനിയാവ് മാത്രമാണ്. വലനൽ ആഖിറ, നമുക്ക് എന്താണ്? നിനക്ക് തൃപ്തിയല്ലേ ഉമറേ? അതിനിപ്പോൾ എന്ത് ബേജാറുള്ളത്? നമുക്ക് കുറച്ച് പ്രയാസമാണ്. എന്ത് ബേജാറുള്ളത്? നമ്മൾ വിശാലമായ അറ്റമില്ലാത്ത എന്തിലേക്ക് പോകുന്നവരാണ്? ആഖിറത്തിലേക്ക്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഉറക്കെ അല്ലാഹു തൗഫീഖ് തരട്ടെ. എൻ്റെ പ്രയാസമുള്ളത് അല്ലാഹു പ്രയാസങ്ങൾ ലഘൂകരിച്ച് തരട്ടെ. ഉറക്കെ അല്ലാഹു ലഘൂകരിച്ച് തരട്ടെ. അല്ലാഹു ലഘൂകരിച്ച് തരട്ടെ. ഉറക്കെ അല്ലാഹു അത് ലഘൂകരിച്ച് തരട്ടെ. അല്ലാഹു അത് ലഘൂകരിച്ച് തരട്ടെ. അല്ലാഹു അത് ലഘൂകരിച്ച് തരട്ടെ. അല്ലാഹു അത് ലഘൂകരിച്ച് തരട്ടെ. 10 കിലോന്റെ തൂക്കക്കെട്ടി ഇനി 9 കിലോ ആക്കാൻ പറ്റൂല. 10 കിലോന്റെ തൂക്കക്കെട്ടി 9 കിലോ ആക്കാൻ പറ്റൂല. 10 കിലോന്റെ തൂക്കക്കെട്ടി എത്ര തന്നെ? 10 കിലോ തന്നെയാണ്. അത് 9 ആക്കിയ പിന്നെ 10 ആവില്ലല്ലോ. ഇവിടെ 10 അല്ലേ ഉണ്ട്. ഇനി എന്താ വേണ്ട? ആ 10 കിലോന്റെ തൂക്കക്കെട്ടി പൊക്കാനുള്ള ആരോഗ്യം പടച്ചോ നമുക്ക് ചെയ്തു തരാം. അല്ലെങ്കിൽ ആ 10 കിലോ തരാനുള്ള ഒരു ആരോഗ്യം നമുക്ക് എത്തുക എന്നുള്ള അള്ളാഹുവിലില്ലെങ്കിൽ നമ്മൾക്ക് കയ്യിൽ കിട്ടുന്ന തൂക്കക്കെട്ടി 5 കിലോന്റെ ആവുകയും 10ന് 10ന്റെ ആളെ ഏൽപ്പിക്കുകയും ചെയ്യാം. പ്രശ്നം എങ്ങനെ? മഴ ഇല്ലാതാക്കാൻ ചേമ്പിൻ്റെ ഇലക്ക് കഴിയൂല. മഴ ഇല്ലാതാക്കിയാൽ പ്രശ്നം വരും ചെയ്യും. മഴ ഉണ്ടാവുക എന്നുള്ള കാലഘട്ടത്തിന് അനിവാര്യതയാണ്. ചേമ്പിൻ്റെ ഇലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത് കൊടുത്തു. ചിലപ്പോൾ ആദ്യത്തെ ചേമ്പ് ദ്വാരന്നിട്ടുണ്ടാവും. മനസ്സിലായില്ല? ഏത് പ്രളയം വന്നാലും എന്നെ ബാധിക്കൂല. ബാധിച്ചിട്ടില്ലല്ലോ. 965 ശേഷം ഏറ്റവും വലിയ മഴയാണ് ഇക്കൊല്ലം ഉണ്ടായത്. എന്നിട്ടും ആരും നനഞ്ഞിട്ടില്ല. മഴ ഇല്ലാതിരിക്കാൻ പറ്റൂല. മഴ അനിവാര്യതയാണ്. പുറത്ത് കുട പോലും ആരും ചൂടിത്തരാനില്ലാതെയാണ് ബഹുമാനപ്പെട്ട ആരുള്ളത്? ചേമ്പുള്ളത്. ചേമ്പിൻ്റെ ഏതോ വല്യാപ്പത് വാർന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ചേമ്പിന് വേണ്ടി വേറെ ഏതെങ്കിലും ഔലിയപ്പാപ്പത് വാർന്നിട്ടുണ്ടാകാം. എന്താണെങ്കിലും ചേമ്പിന് അതൊരു ഉപകാരം ചെയ്ത് കൊടുത്തു. ഒരു കോട്ടിങ് ഉണ്ട് എന്തിൻ്റെ മേലെ? ചേമ്പിൻ്റെ മേലെ. അതുകൊണ്ട് വെള്ളം എടുത്തോടുമ്പോൾ ഇതങ്ങനെയെങ്കിലും നനയില്ല. മഴ പെയ്യാതിരിക്കട്ടെ എന്ന് വരുന്നാൽ ഇവിടെ വലിയ ആപത്തുണ്ടാവും. മഴ എന്താണെങ്കിലും പറയും മനുഷ്യന്മാരെ, മഴ പെയ്യാന്നുള്ളത് നിർബന്ധമാണ്. പിന്നെ ഇപ്പം എന്തേ വേണ്ടുള്ളൂ? ചേമ്പിൻ്റെ ഇലയെ ബാധിക്കാതിരിക്കുക. 10 കിലോന്റെ തൂക്കം കിട്ടി 9 കിലോ ആക്കിയാൽ 10 എന്ന് പറയില്ല. പിന്നെ അത് എന്താവുള്ളൂ? 10 തന്നെ ആകണം. അള്ളാഹു തആല ചെയ്തു തരേണ്ടത് 10ന്റെ കിലോ പൊക്കാനുള്ള ഒരു കരുത്ത് അള്ളാഹു തആല നമുക്ക് തരിക. അല്ലെങ്കിൽ 10 പ്രയാസമില്ലാത്ത ഒരാളെ ഏൽപ്പിച്ചിട്ട് നമ്മളത് 5 ആക്കുക. എന്നാലും മതിയില്ലേ? പോരെ? പറയാൻ മനുഷ്യന്മാരെ പോരെ? അപ്പൊ പ്രയാസങ്ങളെ മനസ്സിലാക്കണം. പ്രയാസം ഉണ്ടാകേണ്ടയും പ്രയാസം ഉണ്ടാവണ്ടേ? പ്രയാസം ഉണ്ടാകണം. പ്രയാസം വേണ്ടേ? പ്രയാസം ഉണ്ടാവല്ലേ? കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ പറയാണ് പെണ്ണുങ്ങളോട് ഭർത്താവ്, നീ എനിക്ക് തേനാണ്, നീ എനിക്ക് മാനാണ്, നീ തേനാണ് മാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേന് ഇവൻ കാരണമായി ഇവൾ ഛർദ്ദിക്കാൻ തുടങ്ങി. ഇനി അവൻ എന്ത് ചെയ്യാന്നൊരു ആശുപത്രി കൊണ്ടുപോയിട്ട് അത് നീക്കി കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല, ഛർദ്ദി മാറും. പിന്നെ അവൾ ഛർദ്ദിക്കാത്ത കോലത്തിൽ എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്താൽ പിന്നെ അവൾ ജീവിതത്തിൽ ഛർദ്ദിക്കാത്ത കോലവും ചെയ്തു കൊടുക്കാം. പക്ഷെ പ്രശ്നമുണ്ട്, ആ വലതിനും സാലിഹനും എതുകിലവും ഉണ്ടാവില്ല. മനസ്സിലായില്ല? വലിയ ലാഭം വരാൻ പോകുന്നുണ്ട്. നിങ്ങൾ എൻ്റെ കൂടെ അല്ലല്ലോ പഠിച്ചോനെ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? കല്യാണം കഴിഞ്ഞ രാത്രി മുതൽ പറയാണ് ഇജിന്റെ തേനാണ്, ഇജിന്റെ മാനാണ് എന്ന് പറയാം. പിന്നെയോ പിന്നെ തിന്നാൻ പറ്റാതെയായി. പിന്നെയോ പിന്നെ യാത്ര ചെയ്യാൻ പറ്റാതെയായി. പിന്നെയോ പിന്നെ അടക്കാൻ വയ്യാതെ. പിന്നെയോ വെള്ളം ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്ന്. പിന്നെയോ മരണത്തിന് സമാനമായ പ്രസവ വേദന അനുഭവിക്കേണ്ടി വന്ന്. അന്നെല്ലാം ഇവൻ തേൻ തന്നെ, ഇവന് മാൻ തന്നെ. ഇജ് തേനാണ്, ഇജ് മാനാണ്, ഇജ് കരളാണ്. കരളാണ്, തേനാണ്, മാനാണ്. പക്ഷെ ഇത് ചെയ്യാതിരിക്കാൻ നിർവാഹമില്ല. നമ്മളെ രക്ഷിക്കേണ്ട രക്ഷിതാവിനെ നമുക്ക് തേനും പാലും സദാസമയം തന്നാൽ അത് നമ്മുടെ അനിവാര്യതയല്ല. നമ്മളെ പരീക്ഷിക്കുക എന്നത് തെർബിയത്തിന്റെ ഭാഗമാണ്. അവൻ നമ്മുടെ റബ്ബുമാണ്. ഒരു നിമിഷം സുഖിച്ചതിന്റെ പേരിൽ 9 മാസം പെണ്ണിനെ ബുദ്ധിമുട്ടിച്ചത് ആര് കാരണമാണ്? പുതിയാപ്പിള കാരണമാണ്. എന്നാൽ ഈ പുതിയാപ്പിള എന്നത് അനിവാര്യവുമാണ്. എന്തുകൊണ്ടെന്നാൽ ഇനി അത് കഴിഞ്ഞാൽ പിന്നെ 9 മാസം കഴിഞ്ഞാൽ ഒരു കുട്ടിയെ കിട്ടും. ആ കുട്ടിക്ക് സ്വർഗം മോളിവളെ കാലിന്റെ ചുവടിലാണ്. പിന്നെ മരണം വരെ ഇവളെ സംരക്ഷിക്കും. ആ കുട്ടി മരിച്ചാലോ പിന്നെ എന്ത് ചെയ്യും? പറ. അവന്റെ മരണം വരെ അമ്മക്ക് വേണ്ടി
ദ്വാർന്നോണ്ടേയിരിക്കും. അള്ളാഹു നമ്മളെ അമ്മാക്കും ബാപ്പാക്കും പുറത്തു കൊടുക്കട്ടെ. ചിന്തിക്കും. അതിന് വേണ്ടി ഉമ്മ സുഖിച്ചടോ 2 മിനിറ്റ്, കട്ടപ്പെട്ടടോ ആയുസ് മുതൽ. വളരെ ചിന്തിച്ചു നോക്ക്. لا أقسم بهذا البلد وأنت حل بهذا البلد ووالد وما ولد لقد خلقنا الإنسان في كبد. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ അഭിപ്രായമല്ല, ഖർനുൽ സാദിസിന്റെ 6-ാം ഹിജ്റ നൂറ്റാണ്ടിന്റെ പരിഷ്കർത്താവാണ് ബഹുമാനപ്പെട്ട അല്ലാമ റാസി റഹ്മത്തുള്ളാഹി അലൈഹി. ബഹുമാനപ്പെട്ടവരെ അവരുടെ തഫ്സീറുൽ കബീറിൽ പറയുകയാണ്, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദിൻ. ക്ലേശത്തിലാണ് മനുഷ്യനെ അല്ലാഹ് പടച്ചത്. അവന്റെ ഉമ്മാക്ക് ക്ലേശമാണ്, അവന് ക്ലേശമാണ്, അവൻ കരഞ്ഞുകൊണ്ട് വന്നതാണ്. അപ്പോൾ അവൻ ക്ലേശമല്ലാതെ ഭൂമിയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. അവൻ ഭൂമിയിൽ ക്ലേശം പ്രതീക്ഷിച്ചാൽ മതി. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ഉറക്കപ്പറ, അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. അള്ളാഹു താഴെ നമുക്ക് ബോധം തരട്ടെ. عن جبر بن عتيق قال سألت رسول الله صلى الله عليه وسلم. حبيبي محمد مصطفى حبيب قال النبي عن علي عن جبر بن عتيق عن أنس بن مالك. ഒരുപാട് സ്വഹാബികൾ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സഅൽതു റബ്ബി അസ്സ വജല്ല 3 ഖിസാലിൻ. ഞാൻ എൻ്റെ റബ്ബിനോട് 3 കാര്യം ആവശ്യപ്പെട്ടു. ഫഅതാനി 2 വമനഅനി 1. പടച്ചോൻ എനിക്ക് 2 കാര്യം തന്നു, 3-മത്തെ തന്നതുമില്ല. ഉറങ്ങരുത്. ശ്രദ്ധിക്കണേ. എന്താണ് 2 കാര്യങ്ങൾ? വിശപ്പ് കൊണ്ട് എന്റെ സമുദായത്തെ നീ നശിപ്പിച്ച് കളയരുത്. പട്ടിണി കാരണം എന്റെ സമുദായം മരിച്ചു തീരുക, അതുണ്ടാകരുത് റബ്ബേ എന്ന് ഞാൻ റബ്ബിനോട് ആവശ്യപ്പെട്ടു. ഫഅതാനി, ആ ചോദ്യത്തിന് ഉത്തരം എനിക്ക് തരുകയും ചെയ്തു. പിന്നെ ഞാൻ സഅൽതു റബ്ബി, എന്റെ റബ്ബിനോട് ചോദിച്ചു, അല്ലാ തുസല്ലിത അലൈഹിം അദുവൻ മിൻ ഗൈരിഹിം. അവരല്ലാത്തവരിൽ നിന്ന് ഉള്ള ശത്രുവെ അവരുടെ മേൽ നീ അധികാരം സ്ഥാപിക്കരുതേ റബ്ബേ. ഒരുപാട് ത്വരീഖിലെ ഹദീസുണ്ട്, ഒരുപാട് സ്ഥലത്തെ ഹദീസ്. ഫഅതാനി, ആ ചോദ്യത്തിന്റെ ആ ദുആഇന്റെ ഉത്തരവും റബ്ബ് എനിക്ക് നൽകി. എന്റെ സമുദായം മരിച്ച് വിശപ്പ് കാരണം മരിച്ചു തീരരുതേ എന്നാവശ്യപ്പെട്ടു. അപ്പോൾ റബ്ബ് എനിക്ക് തന്നു. ഇല്ല, ഉണ്ടാവില്ല. 2, അല്ലാ തുസല്ലിത അലൈഹിം അദുവൻ മിൻ ഗൈരിഹിം. അവർ അല്ലാത്തവരിൽ നിന്നുള്ള ശത്രു അവരുടെ മേൽ അധികാരം സ്ഥാപിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. അപ്പോൾ ഫഅതാനി, അതും എൻ്റെ റബ്ബ് എനിക്ക് തന്നു. മനസ്സിലായോ പറഞ്ഞത്? അതുണ്ടാവില്ല, അതും തന്നു. പിന്നെ 3-മത്തേതായി എന്ത്? ഞാൻ എൻ്റെ റബ്ബിനോട് ബൈനഹും, അവർക്കിടയിൽ അവരുടെ പ്രയാസത്തെ ആക്കരുത്. അതായത് ബഅദുഹും അദു ബഅദിൻ, അവർ തമ്മിൽ ശത്രുക്കളായി ഫസാറു ശിയഅൻ, അങ്ങനെ അവർ പാർട്ടികളായി വിവിധ പാർട്ടികളായി നശിച്ചു പോകരുത്. ഫമനഅനി റബ്ബി, അതെനിക്ക് റബ്ബ് തന്നിട്ടില്ല. മുഹമ്മദ് മുസ്തഫ, എന്റെ സമുദായം വിവിധങ്ങളായ പാർട്ടികളായി പോകരുതേ റബ്ബെ എന്ന് ഞാൻ ദ്വാർന്നപ്പോൾ ഫമനഅനി, ആ ദ്വായർ എൻ്റെ റബ്ബ് തടഞ്ഞു. ആ റബ്ബ് അതിന്റെ ഉത്തരം തന്നില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. എന്നാൽ അല്ലാ തുസല്ലിതു അലൈഹിം അദുവൻ മിൻ ഗൈരിഹിം, റബ്ബേ അവരുടെ മേൽ അവരല്ലാത്തവരിൽ നിന്ന് നീ അധികാരം സ്ഥാപിക്കരുത് എന്ന് പറഞ്ഞ് റബ്ബ് എനിക്കതാ ദുആ ഉത്തരം തരികയും ചെയ്തു. മുഹമ്മദ് മുസ്തഫ. ഒരർത്ഥം, എന്ത് പ്രയാസം ഉണ്ടായാലും ആത്യന്തികമായി അവസാനം അന്തിമ വിജയം ആർക്ക് ലഭിക്കും? മുഅ്മിനീങ്ങൾക്ക് ലഭിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. 2, നമ്മളാ ഉമ്മത്ത് മുഹമ്മദ് ആവുക എന്നത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. എൻ്റെ ഉമ്മത്തിന് മുത്ത് മുഹമ്മദ് മുസ്തഫ പറഞ്ഞു. ഒക്കെ പറ, പുണ്യ മുഹമ്മദ് മുസ്തഫ, മുത്ത് മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ, മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നമ്മൾ ആ റസൂലുള്ളാഹിയുടെ ഉമ്മത്താവുക എന്നാണ്. അപ്പോൾ നമ്മൾ ഉമ്മത്താവാത്ത എന്തെങ്കിലും, ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത എന്തെങ്കിലും നമ്മളിൽ ഉണ്ടെങ്കിൽ അതൊക്കെ ശുദ്ധീകരിച്ച് ഉമ്മത്തിൻ്റെ പരിധിയിൽ നമ്മൾ വരിക എന്നതും ഒരു പക്ഷേ ഒരു അവസരമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. മനസ്സ് തുറക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. പേടിക്കൊന്നും വേണ്ട, ഒന്നും പേടിക്കണ്ട.
ഒന്നും പേടിക്കണ്ട. ഇവിടുന്ന് ആരും എവിടേക്കും പോകാൻ പോണില്ല. അങ്ങനെ പേടിക്കേ വേണ്ട. ഇവിടുന്ന് എവിടേക്കും ഒരാൾ പോകില്ല, ഒരു പേടി വേണ്ട. ഇവിടുന്ന് ആരും എവിടേക്കും പോകില്ല, ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പൊക്കും പോകില്ല, ഒരു അഫ്ഗാനിസ്ഥാനും ഇവിടുന്ന് പോകില്ല. നിങ്ങൾ ആരും പേടിക്കണ്ട. ഇനി അത് എഴുതി കിടന്നുറങ്ങും വേണ്ട. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇത് മുഅ്മിനീങ്ങൾ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. എല്ലാ ഈമാന്റെ ആയത്തുകളിലും തവക്കുൽ എടുത്തു പറയുന്നുണ്ട്. എവിടെയും ഞാൻ ഒന്ന് രണ്ട് സ്ഥലം പറഞ്ഞുതരാം. മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സ്വഹാബികളെയും കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് മാറ്റിയ ഒരു സമയം ഉണ്ടായിട്ടുണ്ട്. അതാണ് ഷഅബ് അബി ത്വാലിബ് എന്ന് പറയുന്നത്. കൂട്ടത്തിൽ ജീവിക്കാൻ പോലും പാടില്ല, വേറൊരു ഏരിയയിലേക്ക് പോകണം. പറഞ്ഞില്ലേ? ആരോട് പറയും? മനുഷ്യൻ. അതാണ് ഇന്നത്തെ കോൺസെൻട്രേഷൻ ക്യാമ്പ്. ഹബീബ നബിയെയും ആരെയും ബനു ഹാഷിം ബനു മുത്തലിബിനെ ഇല്ലെങ്കിൽ അവർ കൊല്ലാൻ വേണ്ടി ആരെ ഏൽപ്പിച്ചു തരണം? അന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ 47ാമത്തെ വയസ്സ് ഹബീബ നബിക്ക്. 40 വയസ്സിൽ നബുവത്ത് കിട്ടി. 47ാമത്തെ വയസ്സ് മുതൽ 50ാമത്തെ വയസ്സ് വരെ ഷഅബ് അബി ത്വാലിബിൻ ഉപരോധത്തിലാണ് മുത്തു മുഹമ്മദ് മുസ്തഫ. മലഞ്ചെരുവിലേക്ക് നീങ്ങി. എന്നിട്ട് മക്ക അങ്ങാടിയിൽ ഖുറൈശികൾ കത്തൊടുത്തു. എന്ത്? കഅബാലയത്തിൽ കത്തെഴുതി തൂക്കി. ഇവർക്ക് വിൽക്കാൻ പാടില്ല, വാങ്ങാൻ പാടില്ല. ഇവർ ഇരട്ടി പണം കൊണ്ടുവന്നാലും വാങ്ങരുത്, പണം വാങ്ങി സാധനം കൊടുക്കരുത്. ഇവർക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ കൊടുക്കാൻ പാടില്ല. ഇവരുടെ മേൽ ഭക്ഷണം ആരെങ്കിലും കൊടുത്താൽ അവരെയും ഉപരോധത്തിലാക്കും. അന്നത്തെ കോൺസെൻട്രേഷൻ ക്യാമ്പ്. അപ്പുറത്തെ മലഞ്ചെരുവിൽ കുട്ടികൾ പൊട്ടി കരയ ഉറങ്ങാതെ ഇവിടെ നല്ല ഭക്ഷണം കഴിച്ച് ആളുകൾ കിടക്കും ചെയ്യാം. ഒറ്റ നാട്, ഒരു ഏരിയയിലേക്ക് നീക്കി ആരെ? ബനു ഹാഷിമിനെയും ആ ഉപരോധത്തിലെ ബനു ഹാഷിമിന്റെ കൂടെ നിൽക്കാത്ത ഒരൊറ്റ അമുക്ക ഉണ്ടായിട്ടുള്ളൂ. ആ അമുക്കിനെതിരെ സൂറത്ത് ഇറങ്ങി. തബ്ബത് യദാ അബീ ലഹബ്. അപ്പുറം റസൂലുള്ളാഹിനൊപ്പം ഇവൻ പോയി. അന്ന് പോകേണ്ട ആളല്ല ഖദീജ ബീവി. അതുകൊണ്ടാണ് ഖദീജ ബീവിക്ക് ഒരു വേറിട്ട പ്രത്യേകത ഉള്ളത്. മനസ്സിലായില്ല? ബനു അസദാണ് ആര്? ഖദീജ ബീവി. ബനു ഹാഷിം ബനു മുത്തലിബ് അല്ല, ബനു അസദാണ്. ഖുറൈശികളിൽപ്പെട്ട ഖുസൈന്റെ മക്കളെ കൂട്ടത്തില് മുത്തലിബ് വഴി പിരിഞ്ഞതാണ്. മനസ്സിലായില്ല? മുത്തലിബിന്റെ മുമ്പ് പിരിഞ്ഞതാണ് ആര്? അസദ് കബീല. ബനു അസദാണ് ആര്? അസദിന്റെ മകൻ ഖുവൈലിദ്, മകൻ ഖദീജ. മുസ്തഫ നബിയുടെ ബാപ്പലിപ്പാണ് ആര്? മുത്തലിബ്. അവരുടെ ബാപ്പയാണ് ഹാഷിം. മനസ്സിലായി പറഞ്ഞത്? അബ്ദു മനാഫിന്റെ കാലത്തെ പിരിഞ്ഞു പോകുന്ന മറ്റൊരു കബീലയാണ് ഏത്? ബനു അസദ്. മനസ്സിലാക്കണേ, ബനു അസദിൽപ്പെട്ട പെണ്ണാണ് ആര്? ഖദീജ. ഖദീജക്ക് ഈ ഉപരോധത്തിൽ വരേണ്ട ഒരു ആവശ്യമില്ല. ഉപരോധത്തിന്റെ തലേ ദിവസം ഹബീബ നബി ഖദീജ ബിയോട് പറയുന്നുണ്ട്, ഖദീജ നിങ്ങൾ വരണ്ട, നിങ്ങൾ ഇതിന് വരണ്ട ഖദീജ എന്ന് പറയുന്നുണ്ട്. കാരണം നിങ്ങളെ ഉപരോധിച്ചിട്ടില്ല. നിങ്ങൾ ആരാണ്? ബനു അസദാണ്. നിങ്ങൾക്ക് ഇതിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഇതിൽ കൂടേണ്ട ആവശ്യമില്ല. കരഞ്ഞ് പൊട്ടി കരഞ്ഞ് അപ്പൊ കൂടെ കൂട്ടിയതാ. ഒരു നിലക്ക് ഖദീജ ബീവി വന്നത് നന്നായി. എന്തുകൊണ്ട്? ഖദീജ ബീവിയെ ഉപരോധിച്ചിട്ടില്ല. ഖദീജ ബീവിക്ക് ഈയുടെ ഒരു ആങ്ങളുണ്ട് ഹൈസാമിന്റെ മകനുണ്ട് ഹക്കീം റളിയല്ലാഹു അൻഹു. പിന്നെ മക്ക ഫതഹ് കഴിഞ്ഞിട്ട് മുസ്ലിമായിട്ടുണ്ട് ഹക്കീം ബിൻ ഹിസാം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണേ, മക്കയിലെ ഒരു കരുത്തന, വലിയ മുലാളിയ, ബനു അസദിൽപ്പെട്ട ആളാ. അതായത് ഖദീജ ബീവിയുടെ ആങ്ങളയായ ഹിസാമിന്റെ മകനാണ് ആര്? ഹക്കീം. വൈകുന്നേരമായ ഭക്ഷണം പൊതിയും കൊണ്ട് അങ്ങനെ പോകും. ആരടുത്തേക്ക്? ഖദീജാവിന്റെ അടുത്തേക്ക്. തടയാൻ പറ്റൂല. എന്തുകൊണ്ട്? ഞാൻ എന്റെ അമ്മായി കൊണ്ടുപോകാന്ന് ഒരിക്കൽ അബൂജഹൽ തടഞ്ഞ്. അബൂജഹലിന് തടയുന്നോട് കൂടെ ബനു അസദൻ വന്നിട്ട് അടിച്ച് ആരെ? അബൂജഹൽ അടിച്ച്. അമ്മത്തിന് കൊണ്ടുപോകാണ്. അമ്മായിക്ക് ഭക്ഷണം കൊണ്ടുപോകാൻ തടയാൻ ഇജാരടാന്ന് വെച്ച് ഓനോണ്ട് അമ്മായിക്കല്ലേ കൊണ്ടുപോകണം വെച്ച്. ആര് വന്നിട്ട്? ബനു അസദ് അടിച്ച് ആരെ? പറ ചങ്ങാതി ആരെ? അബൂജഹൽ അടിച്ച്. ഭക്ഷണത്തിന്റെ പാത്രം എടുത്ത് ഇങ്ങനെ വരുമ്പോ ബാക്കിൽ കൂടി ആര്? അബൂജഹൽ. വന്ന് ഒരു സ്ഥലത്തെത്തിയപ്പോ അടിച്ച് തടയുന്നോട് കൂടെ ബനു അസദ് വന്ന് അടിച്ച്. പിന്നെ ആ പണി കഴിഞ്ഞിട്ടില്ല. ഈ ഭക്ഷണപ്പൊതി എല്ലാം വൈകുന്നേരം അവിടെ എത്തും. അനവധി ആളുകളുണ്ട്. പക്ഷെ ഖദീജ ബീവി കഴിക്കൂല. ഖദീജ ബീവി പിച്ച് ഓരിച്ച് നുള്ളിച്ചു കൊടുക്കും. കുട്ടിയൊക്കെ മുറ്റെടുക്കും. എന്നിട്ട് പട്ടി നടക്കും. ഷഹീദത്തു ഷഅബ്, മലഞ്ചെരുവിലെ എത്രാശ് എന്നാണ് ആരെ പേര്? ഖദീജ ബീവി. ഉപരോധം കഴിഞ്ഞപ്പോൾ ഖദീജ ബീവി മരിച്ചു. എല്ലും തോലുമായി മരിച്ചു. ആര്? ഖദീജ ബീവി. ഉപരോധം ഒന്നും തുടങ്ങിയൊന്നുമല്ല. എന്നെ വിചാരിച്ച് എന്നും ഇങ്ങനെ മന്തിയും കുഴിമന്തിയും ഖബർ മന്തിയും മുണിങ്ങി ഇങ്ങനെ നടക്കുക. എന്നിട്ട് അള്ളാഹു തആല നമ്മളെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോയി ചെയ്യുക. അതൊന്നും എന്നും നടക്കുന്ന കാര്യമല്ല. നടന്നാൽ കിട്ടി ബേരാജാവായി. എന്നെങ്കിലും കിട്ടും. അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് കിട്ടുള്ളൂ.
എപ്പോഴെങ്കിലും കിട്ടും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? മലഞ്ചെരുവിലെ രക്തസാക്ഷിയാണ് ആര്? ഖദീജ. ഖദീജക്കനിൽ പങ്കെടുക്കേണ്ട ആവശ്യം ഇല്ല. അവസാനമായപ്പത്തിന് കണ്ണ് വളറി. ഖദീജ ബീവി 40 വയസ്സിൽ 40 അതിസുന്ദരിയ, 40 വയസ്സിൽ അതിസുന്ദരിയ. അപ്പോഴത്തിന് 5 വയസ്സ്, 5 കുട്ടികളമ്മയാണ് ഒരു അഭിപ്രായം, 3 കുട്ടികളമ്മയാണ് ഇത്തിഫാക്ക്. താരീഖിൽ ഒരു അഭിപ്രായം റസൂലുള്ളാഹിന്റെ അടുത്ത് വരുമ്പോൾ ഖദീജ ബീവിക്ക് എത്ര കുട്ടികളുണ്ട് എന്നാണ്? 5 കുട്ടികളുണ്ട്. ഒരു അഭിപ്രായം 3 കുട്ടികൾ ഉറപ്പ്. ആ പെണ്ണ ഖദീജ. പക്ഷെ അതിസുന്ദരിയ ഖദീജ റളിയല്ലാഹു അൻഹ എന്ന് പറഞ്ഞ മനുഷ്യന്മാർ വെറുതെ നോക്കിയിരിക്കുക. عائشة لما ادعت أفضلية تغير وجه المصطفى طهر ومرا وعائشة لما ادعت أفضلية ഒരിക്കൽ ഞാനാണ് ഉമ്മാത്തുൽ മുഅ്മിനീങ്ങളിൽ ഏറ്റവും അഫ്ളലായ പെണ്ണ് ഞാനാണെന്ന് ഒരിക്കൽ ആയിഷ വാദിച്ചിട്ടുണ്ട് റളിയല്ലാഹു അൻഹാ. തഗയ്യറ വജ്ഹുൽ മുസ്തഫ തുഹരി, പരിശുദ്ധമായ ഹബീബിന്റെ മുഖം ചുവന്നുവല്ലോ. വഹ്മറ, മുഖം മാറി, കളർ മാറി. വഹ്മറ, അത് ചുവന്ന് തുടുത്തുവല്ലോ. ദേഷ്യം വന്നു ആരോട്? ആയിഷയോട് റളിയല്ലാഹു അൻഹ. എന്തേ? ഉപരോധ കാലത്ത് മുസ്തഫ നബിയുടെ കൂടെ നിന്ന പെണ്ണാണ് ആര്? ഖദീജ. മലഞ്ചെരുവിൽ. അതുകൊണ്ടാണ് ഖദീജക്ക് കുബ്ര എന്ന് പേരിട്ടിയത്. നമസ്കാരം നോമ്പൊന്നുമില്ല, 5 നിസ്കാരമല്ല, നോമ്പ് തീരല്ല. 50-ാമത്തെ വയസ്സിൽ മരിച്ചിട്ടുണ്ട്. 52-ാമത്തെ വയസ്സിലാണ് നിസ്കാരം 5 വക്ത് വരുന്നത്, 54 നോമ്പ് വരുന്നത്. സക്കാത്ത് 54 വരുന്നത്. വലിയ മുലാഴ്ചക്ക് എന്തില്ല? സക്കാത്തില്ല. സക്കാത്ത് ഉണ്ടാവില്ല. കയ്യിലുള്ളതൊക്കെ കൊടുത്താൽ പിന്നെ സക്കാത്ത് 2.5% കൊടുത്താൽ മുതലാളിക്ക് എത്ര എടുക്കാം? 97 എടുത്തൂടെ? 100% മുതലാളി കൊടുത്താൽ പിന്നെ സക്കാത്തുണ്ടോ? ഖദീജാവി മരിക്കുമ്പോൾ 5 നിസ്കാരമല്ല, 5 നിസ്കാരം റസൂലുള്ളാഹി 52-ാമത്തെ വയസ്സിലാണ്. ഖദീജാവി മനസ്സിലായി പറഞ്ഞു. ഒതുവത്തൻ വായിച്ചിട്ട് ഒരു നിസ്കാരം ഇതല്ല. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? എന്നിട്ടും പേരെന്താ? ഖദീജത്തുൽ കുബ്ര. ഒരിക്കൽ പറഞ്ഞു അബ്ദലക്കല്ലാഹു ഖൈറൻ മിൻഹ. ഒരു തള്ളച്ചിനെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണോ നബിയെ? അബ്ദലക്കല്ലാഹു ഖൈറൻ മിൻഹ, അതിനേക്കാൾ നല്ല പെണ്ണിനെ അല്ലാഹു നിങ്ങൾക്ക് തന്നില്ലേ? ഫതഗയ്യറ വജ്ഹു, കോലാണ് മാറി. മാ ബദലനി അല്ലാഹു ഖൈറൻ മിൻഹ, മാ ബദലനി അല്ലാഹു ഖൈറൻ മിൻഹ, മാ ബദലനി അല്ലാഹു ഖൈറൻ മിൻഹ. ഖദീജാനേക്കാൾ നല്ല പെണ്ണിനെ അല്ലാഹു എനിക്ക് തന്നിട്ടല്ല. പിന്നെ ആവർത്തിച്ചപ്പോൾ ഞാൻ ബേജാറായി പോയി. പഠിച്ചോനെ, ഇത് ഞാൻ പറയില്ല. പിന്നെ ഞങ്ങൾ റസൂല ദേഷ്യപ്പെട്ടാൽ റസൂലാനെ സന്ദർശിപ്പിക്കാൻ വേണ്ടി ചെയ്യാം. ഞങ്ങൾ നിർത്തി അല ഖദീജ, ഖദീജയെ പറ്റി പ്രശംസിക്കാൻ തുടങ്ങും. അവനെ വിശേഷിക്കും. പിൽക്കാലത്ത് എന്തെങ്കിലും റസൂല ദേഷ്യപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ പ്രശംസിച്ച് പറയും. ആരെ പറ്റി? ഒരിക്കൽ റസൂല എപ്പോഴും ഖദീജാമിനെ പറ്റി പറയും. എന്നാ 5 നിസ്കാരമുണ്ടോ ഇല്ല, നോമ്പുണ്ടോ ഇല്ല, സക്കാത്തുണ്ടോ ഇല്ല, ഹജ്ജുണ്ടോ ഇല്ല, ഒന്നുമില്ല. ഒരു ഹജ്ജ് പോലും ചെയ്തിട്ടില്ല. ആര്? കഅബാലയത്തിന് 9 മുഴാണ് ഖദീജാവിന്റെ വീട്ടിലേക്ക്. ഒറ്റ ഹജ്ജ് ചെയ്തിട്ടില്ല, ഒറ്റ ഹജ്ജില്ല. ആർക്ക്? എന്നിട്ട് എന്താ പേര്? കമുല മിനൻ റിജാലി കസീറൂന വലം യക്മുൽ മിനൻ നിസാഇ ഇല്ലാ സലാസ. ഖദീജ ബിൻതു ഖുവൈലിദ്. പുരുഷന്മാരിൽ പലരും പൂർണ്ണത എത്തിയിട്ടുണ്ട്. പെണ്ണുങ്ങളിൽ പൂർണ്ണത എത്തിയത് 3 ആളുകൾക്കാണ്. ഒന്ന് എൻ്റെ ഭാര്യ ഖദീജയാണെന്ന് മുഹമ്മദ് മുസ്തഫ. നിസ്കാരം ചോത്തില്ല, നോമ്പില്ല, ഒന്നുമില്ല. പക്ഷെ പൂർണ്ണത എത്തിയ പെണ്ണാണ് ആര്? അതുകൊണ്ടാണ് ഖദീജത്തു സുഗ്റ എന്നല്ല, ഖദീജത്തുൽ കുബ്ര എന്നാണ്. അല്ലാഹു തആല അവമാനപ്പെട്ടു അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. ഇന്ന് നേരം മുതൽ ഖദീജ ബീവിക്ക് ഫാത്തിഹ ഓതിയ ആളുകൾക്ക് കൈപോക്കാം. അൽഹംദുലില്ലാഹ് 2 ആളുണ്ട്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഞാൻ എന്നും പറയുന്നുണ്ട്, നേരം വെളുത്താൽ അവർക്ക് ഫാത്തിഹ ഓതണം. റസൂലുള്ളാഹി മുതൽ എല്ലാവർക്കും ഫാത്തിഹ ഓതണം. ഇന്നൊരു ക്ലാസ്സിന് കയറിയാൽ മതി. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അവർ നമ്മൾ നയിക്കും. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഞാൻ അവസാനിപ്പിക്കാം. നമ്മൾ പേടിക്കണ്ട. നമുക്ക് നമ്മളെ മുൻഗാമികളുണ്ട്. അവരാക്കിയ റബ്ബുണ്ട്. പേടിക്കണ്ട. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ. ഞാൻ അതിൻ്റെ 1-ാം ഭാഗം മാത്രമാണ് പറഞ്ഞത്. ആവശ്യമാണെങ്കിൽ പിന്നെയും പറയും. ദുആ നടത്തിക്കൊണ്ടേയിരിക്കാം. 2 വാക്ക് ഞങ്ങളോട് പറഞ്ഞില്ലേ? ഞങ്ങളോട് ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജലത് ഖുലൂബുഹും. പിന്നെ വഇദാ തുലിയത് അലൈഹിം ആയാതു വസാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഓഹോ, അവിടെ പറഞ്ഞ തവക്കുല. അവിടെ പറഞ്ഞ തവക്കുല. ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ വകഫാ ബിറബ്ബിക വകീലാ. അവിടെ പറഞ്ഞു തവക്കുല. എന്റെ ഇഷ്ടദാസന്മാർക്ക് ഞാൻ മതിയാകും, അവർ എന്നെ ഏൽപ്പിക്കും. പ്രതിസന്ധികൾ അധികരിച്ചപ്പോൾ ഇറങ്ങിയ സൂറത്താണ് അവസാനിപ്പിക്കുക. ഒരു മിനിറ്റ് എന്റെ മുഖത്തേക്ക്. പ്രതിസന്ധികൾ അധികരിച്ചപ്പോൾ ഇറങ്ങിയ ആയത്ത് എന്താ? ആയത്തിലെ കൽപ്പന നിങ്ങൾ ബടിയും കുന്തവും വാളും ഉണ്ടാക്കിക്കോളൂ എന്നല്ല. പിന്നെന്താ? യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലൻ നിസ്ഫ അവ ഇൻഖുസ് മിൻഹു ഖലീല ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീല.
ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീലാ ഇന്ന നാശിഅതൽ ലൈൽ ഹിയ അശദ്ദു വത്അൻ വഅഖ്വമു ഖീലാ ഇന്ന ലക ഫിന്നഹാരി സബ്ഹൻ ത്വീലാ വദ്കുർ ഇസ്മ റബ്ബിക വതബത്തൽ ഇലൈഹി തബ്തീലാ റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബി ലാ ഇലാഹ ഇല്ലാ ഹു ഫത്തഖിറുഹു വകീലാ. അടുത്ത ആയത്ത് കൂടി കൂട്ടണം. വസ്ബിർ അലാ മാ യഖൂലൂന വഹ്ജുറുഹും ഹജ്റൻ ജമീലാ. അവരെന്ത് പറഞ്ഞാലും, മറ്റുള്ളവരെന്ത് പറഞ്ഞാലും ക്ഷമിച്ചാണ്. വഹ്ജുറുഹും ഹജ്റൻ ജമീലാ, സുന്ദരമായി തള്ളിക്കളയുക. ഫത്തഖിറുഹു വകീല. റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബി ലാ ഇലാഹ ഇല്ലാ ഹു ഫത്തഖിറുഹു വകീല. ആരെ ഏൽപ്പിക്കുക? അല്ലാഹു ഏൽപ്പിക്കുക. അല്ലാഹു പ്രയാസങ്ങൾ പരിഹരിച്ചു തരട്ടെ.